ഹലോ, ഹലോ, ലിയാഖത്ത് ഭായ് അല്ലേ? അതെ, ആരാണ്? ഞാനാണ്. ഷാവിലാണ്. ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ല. ആ, ഓക്കെ. നമ്പർ സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട്. നമ്പർ സേവ് ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ. അല്ല, നിങ്ങൾ എപ്പോഴായിരിക്കും ഇത് ഷെയർ ചെയ്യാ നമ്മുടെ വീഡിയോ? ഇപ്പോഴും കയ്യിലുണ്ടോ ഓഡിയോ? പെർമിഷൻ കിട്ടിയാ ചെയ്യാം. ഓ, ആരുടെ പെർമിഷൻ? എന്റെ പെർമിഷൻ കിട്ടിയ ഉടനെ എന്റെ പെർമിഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ അപ്ലോഡ് ചെയ്തത്. ശരി ശരി. പിന്നെ എനിക്ക് ആ സാധനം അയച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ അയച്ചൊന്നുമില്ല. അയച്ചുതരാം, വീഡിയോ ആക്കിയിട്ടാണ് അയച്ചുതരാം. പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ച ഒരു കാര്യം, നിങ്ങളിപ്പോ പിന്നെ അതൊരു മൊബൈലായിട്ട് ഫോട്ടോ അയച്ചതല്ലേ, അതുകൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ട്? എന്താണ് എന്താ ഉദ്ദേശിച്ച? അല്ല, അങ്ങനെ ഒരാള് ചെയ്യുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചു ഫോട്ടോ ഇട്ടുകൊണ്ട്? സംശയം. ഇഖ്ലാസ് ഉള്ളവരെ, മൂല്യന്മാരെ പോലും ഇഖ്ലാസ് ഉള്ളവരെ കിട്ടാൻ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ പിന്നെ തലപ്പാ കെട്ടിട്ട് ഇഖ്ലാസ് ആവോ? അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് യുക്തിവാദമല്ല. അതായത് ഓരോരുത്തർ തോന്നിയാൽ അത് തോന്നിയാസാണ്. ഡെയിലി ന്യൂസ് വന്നോണ്ടിരിക്കുന്നത് ഇത് തന്നെ. അല്ല, ഡെയിലി ന്യൂസ് വരുന്നതുകൊണ്ട് എന്താ ഇതിന്റെ അർത്ഥം? എന്താ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശം എന്താ അതിന്റെ അർത്ഥം? ഈ പറയുന്ന ഈ പുറത്തേക്ക് കാണിക്കുന്ന സാധനം ഒന്നും അകത്തുള്ളതല്ലാന്ന്. അതന്നെ അതിനാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ സെൽഫ് റെഫ്യൂട്ട് ചെയ്യാന്നുള്ള അതാണ് ഞാനും പറയുന്നത്. ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചോട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഒരു മിനിറ്റ് സംസാരിച്ചോളി. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ സാധനം തന്നെ നമ്മൾ പറയുന്നേ. അകത്തുള്ള സാധനം പുറത്തില്ല. ഒരു വേഷം കെട്ടി ആളുകളെ പറ്റിക്കുന്നു. അപ്പൊ ഒരാരുമായിട്ട് ഇപ്പൊ അടുത്തത്? ഒന്നാമത് ബ്രോ, ഞാൻ പറഞ്ഞോട്ടെ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് ഒരു വിശ്വാസപരമായിട്ട് ഇസ്ലാമികമായിട്ട് അതൊരു തെറ്റാണ്. പിന്നെ റേപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു എന്താണ് പറയാൻ സമ്മതിച്ചാലല്ലേ അവര് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞോട്ടെ. ഇസ്ലാമികമായി തെറ്റാണ്. ഒരു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി നിങ്ങൾക്ക് സമന്മാരായിക്കൊണ്ടാണ് ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്ന പോലും. അപ്പൊ ഒരാളെ ചേർന്ന് എന്റെ പൊന്നുമായി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് സമയം തരാം. നിങ്ങൾ ഒരു മിനിറ്റ് സമയം. നിങ്ങൾക്ക് സ്വാഭാവികമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തർക്ക് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് പറയാനല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സമയം തരുന്നേ. അതിന്റെ ഇടയിൽ കയറി സംസാരിച്ച രണ്ടുപേരും സംസാരിക്കാൻ നടക്കൂല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് താങ്കൾക്ക് സമയം തരാം, താങ്കൾ സംസാരിച്ചാൽ അതിന് ഞാൻ സംസാരിക്കാന്ന്. താങ്കൾക്ക് സംസാരിക്കാൻ സമയം തരാം ലിയാഖത്ത് ഭായ്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ മൂല്യാക്കന്മാര് നിങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ടല്ലേ ഒരു പീഡിപ്പിക്കുന്നത്. അതായത് ജബ്ര സമാനമായി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു മൂല്യാരി പോലും ഗോവിന്ദചാമിനെ പോലെ ഒരു ബലാത്സംഗ വീരനായി മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മോശക്കേട് നിങ്ങൾക്ക് തന്നെയല്ല, നമുക്കാണ്. അപ്പോ ഇസ്ലാം വിരുദ്ധമായിക്കൊണ്ടാണ്. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇസ്ലാം വിരുദ്ധമായിക്കൊണ്ടാണ് ഒരാൾ ബലാത്സംഗം ചെയ്യുന്നത്. ദൈവിക നിയമത്തിന് വിരുദ്ധമായിട്ടാണ്. അതുകൊണ്ട് എന്താണ്, ദൈവ നിഷേധിയാണ് ആ വിഷയത്തില്. അതുപോലെ തന്നെ മത ദർശനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ മതം പിന്നെ മുന്നോട്ട് വയ്ക്കുന്ന നിയമങ്ങൾക്കെതിരായിട്ടാണ്. അപ്പൊ അവരാരാണ്? മതനിഷേധികളാണ്. അപ്പൊ ഈ എല്ലാ വിഷയത്തിലും നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്ന അല്ലെങ്കിൽ ഭൗതിക മോഹത്തിൽ പ്രചോദിതമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഭൗതികവാദികൾ വരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത്രത്തോളം നിങ്ങളോട് ഒരു വിഭാഗം ചേരുമ്പോ എത്രത്തോളം മേഘന്മാരാവുന്നു എന്നെ ഈ ന്യൂസുകൾ തെളിയിക്കുന്നുള്ളൂ. അത് ഷെയർ ചെയ്യുന്നത് എന്ത് കഥയാണ്? നിങ്ങൾ സെൽഫ് റിക്രൂട്ട് ചെയ്യാനുള്ള ബോധം പോലും സ്വയം ഇല്ലെങ്കിൽ എന്തൊരു വൻ കോമഡിയാണ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചോളൂ. ഇനി നിങ്ങളുടെ ടൈമാണ് പറഞ്ഞത്. നിന്റെ ആർഗ്യുമെന്റ് എന്താ? അതായത് ഇപ്പം അകത്ത് കാണിക്കുന്ന ഈ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന ആളുകളൊക്കെ ഭൗതികവാദത്തിൽ, അതായത് ഭൗതിക ആസക്തി മൂത്ത ആൾക്കാരാണ്. അതൊക്കെ ജബ്രകൾക്ക് സമമാണെന്ന് എന്തുകൊണ്ടാ? ഞാൻ പറയുമ്പോ നീ പറയാൻ സമ്മതിക്കൊന്നുമില്ല. അല്ല, ഞാൻ പറയുമ്പോ നിങ്ങൾ ഇങ്ങനെയാണല്ലോ സമയം തരുമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ. ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് ജബ്ര സമം എന്ന് നീ പറയുന്നത് എന്തടിസ്ഥാനത്തിൽ എന്നാണ് ചോദ്യം. ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഞാൻ മറുപടി പറയട്ടെ. എനിക്ക് എന്റെ മറുപടി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്റെ മറുപടി വേണം. അതുകൊണ്ടാണ്. എന്താണ്? അതായത് ഈ എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ വസ്തുത നീ പറഞ്ഞാല് എനിക്ക് എന്റെ മറുപടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. ഞാൻ എന്തിനാണ് നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ പുറത്ത് കാണിക്കുന്ന സാധനം അകത്തില്ല എന്ന് പറഞ്ഞാൽ പുറത്ത് മതവിശ്വാസം അത് അകത്തില്ലാതാവുമ്പോഴാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മതനിഷേധികളാണ്, ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്, ഇസ്ലാമിക നിഷേധികളാണ്, മതത്തിൽ നിന്ന് പുറത്തുപോയ ആൾക്കാരാണ്, നിങ്ങളുടെ കൂട്ടരാണ്. പിന്നെ എന്താണ് ഇനി വേണ്ടത്? ഇത് ഇനി അത് നീ പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ,
ഇസ്ലാം വിട്ടവരോ അല്ലെങ്കിൽ മതവിശ്വാസം ഇല്ലാത്തവരോ എത്ര പേർ ഇത്തരം കേസുകളിൽ അകപ്പെടുന്നതിന്റെ ഫോട്ടോ വരുന്നുണ്ട്? അതോ ഇങ്ങനെ ഒരു തവണ കേസിൽ നല്ലൊരു ചോദ്യം, ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഞാൻ കാണിച്ചു തരണല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിലെ ഇത്രാമത്തെ തീയതി ഇത്രാമത്തെ ദിവസം മതം വിട്ട ഇന്ന മതത്തിൽ നിന്നും വിട്ട് യുക്തിവാദി സംഘത്തിൽ ചേർന്ന ആൾ ബലാത്സംഗം ചെയ്തിരിക്കുന്നു എന്ന് കോമൺ സെൻസിലുള്ള അല്ലെങ്കിൽ നിലവാരമുള്ള ഏതെങ്കിലും ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ചോദ്യത്തിനെങ്കിലും ആദ്യം ഒരു കോമൺ സെൻസ് വേണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പത്രം റിപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മലപ്പുറത്തൊരു കേസ് എന്റെ പൊന്നു പറഞ്ഞോട്ടെ, കംപ്ലീറ്റ് ചെയ്തത് ഇതിനേതെങ്കിലും പത്ര റിപ്പോർട്ടോ ഏതെങ്കിലും ഒരു പത്ര റിപ്പോർട്ടോ അല്ലെങ്കിൽ സെൻസസ് റിപ്പോർട്ടോ ഒന്നും ആവശ്യമില്ല. കോമൺ സെൻസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് കേട്ടിരിക്കാൻ സമയമില്ല ഷാവുലെ. സമയത്തൊക്കെ നമുക്ക് നിർത്തി പോവാം. പിന്നെ സമയമില്ലാത്തവരായിട്ട് സംസാരിക്കണം. അപ്പൊ നീ നിന്റെ ആർഗ്യുമെന്റ് നീ പറയും